ARM അജയൻ്റെ രണ്ടാം മോഷണം. അങ്ങനെ 3D ഇഫക്റ്റിൽ ഗ്ലാസ്സൊക്കെ വെച്ച് ഒരു മൂവി അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. പറഞ്ഞു വരുന്നത് ടോവിനോ തോമസിൻ്റെ പുതിയ പടമായ അജയൻ്റെ രണ്ടാം മോഷണം ARM 3D. അജയൻ്റെ രണ്ടാം മോഷണം എന്ന മൂവി ടോവിനോ തോമസിൻ്റെ 50ാമത്തെ മൂവിയാണ്. നമ്മൾ ഓൺലൈൻ ബുക്കിംഗ് ആയതുകൊണ്ട് നേരത്തെ തന്നെ കണ്ണാടിയൊക്കെ സെറ്റാക്കി ഡയറക്റ്റ് തിയേറ്ററിൽ കയറിയിട്ടുണ്ട്. ഈ പടത്തിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ടോവിനോ തോമസ് 3 വ്യത്യസ്ത കഥാപാത്രങ്ങളായിട്ടാണ് ഈ മൂവിയിൽ പ്രത്യക്ഷപ്പെടുന്നത്. 1800ൻ്റെ അവസാന കാലഘട്ടവും അതേപോലെ 1900ൻ്റെ തുടക്കത്തിലെ കുഞ്ഞിക്കേളു എന്ന് പറയുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ആദ്യം നമുക്ക് ടോവിനോ തോമസിനെ സ്ക്രീനിൽ കാണാൻ കഴിയുന്നത്. കുഞ്ഞിക്കേളു എന്ന കഥാപാത്രം സത്യസന്ധനായ ഒരു രാജകീയ പ്രൗഢിയുള്ള ഒരു കഥാപാത്രമായിട്ടാണ് പ്രത്യക്ഷപ്പെട്ടതെങ്കിൽ മണിയൻ എന്ന കഥാപാത്രം തികച്ചും ഒരു ചെപ്പടി വിദ്യയൊക്കെ ഉള്ള ഒരു മായിക കള്ളനായിട്ട് തന്നെയാണ് ഈ രംഗത്തിൽ നമുക്ക് മണിയനെ കാണാൻ സാധിക്കുന്നത്. മണിയൻ്റെ കഥാപാത്രമാണ് കഥാപാത്രം. പടത്തെ മുന്നോട്ട് നയിക്കുന്നത് മണിയൻ എന്ന് പറയുന്ന കഥാപാത്രം തന്നെയാണ്. ടോവിനോ തോമസിൻ്റെ ഒരു വെറൈറ്റി, ടോവിനോ തോമസിൻ്റെ കരിയറിൽ തന്നെ ഒരു വെറൈറ്റി കഥാപാത്രമായിട്ടാണ് മണിയൻ എന്ന് പറയുന്ന കഥാപാത്രം ഈ സിനിമയിലൂടെ നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. 1950 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു കഥാപാത്രമായിട്ടാണ് മണിയനെ ഈ ഒരു സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മണിയൻ എന്ന കഥാപാത്രത്തിന് വേണ്ടി ടോവിനോ തോമസ് നല്ല പണിയെടുത്തിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അമ്മാതിരി പെർഫോമൻസ്. 1990കളിൽ ജീവിച്ചിരിക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് അജയനെ ഈ സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. 30 കോടി മുതൽ മുടക്കിലാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നതെങ്കിലും ഇപ്പോൾ തന്നെ 100 കോടി ക്ലബിൽ ഇടം നേടിയിരിക്കുകയാണ് ARM. കീർത്തി ഷെട്ടി, സുരഭി ലക്ഷ്മി, ബേസിൽ ജോസഫ്, ഐശ്വര്യ രാജേഷ്, റോഹിണി, ഹരീഷ് ഉത്തമൻ, ജഗദീഷ്, ബിജുക്കുട്ടൻ എന്നീ തുടങ്ങിയ നീണ്ട നിര തന്നെയുണ്ട് സിനിമയിൽ. 9 അസോസിയേറ്റ് സ്റ്റോറീസ് ഈ ഒരു മൂവിയായിട്ട് ബന്ധപ്പെട്ട് ഒരു യൂണിവേഴ്സ് ആക്കാനുള്ള പ്ലാനിലൊക്കെയാണ് ഡയറക്ടർ ജിതൻ ലാൽ. അപ്പോൾ നമ്മൾ മൂവിക്ക് 5-ൽ ഒരു 3.8 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ മൂവി നമ്മൾ ആദ്യം പറഞ്ഞു വെച്ചതുപോലെ ടോവിനോ തോമസ് 3 വ്യത്യസ്ത ക്യാരക്ടറായിട്ടാണ് വരുന്നത്. അപ്പം ഈ 3 ക്യാരക്ടറിലൂടെ കഥ പറയുമ്പോൾ പടം ഒരു എപ്പിക് മൂവിയായിട്ടും ഒരു അഡ്വഞ്ചറസ് മൂവിയായിട്ടും ഒരു ഡ്രമാറ്റിക് മൂവിയായിട്ടും ഒക്കെ നമുക്ക് ചില ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ജിതൻ ലാൽ ആൻഡ് ടീം, എസ്പെഷ്യലി കഥ തിരക്കഥ സുജിത് കുമാർ, all the very best. ARM, keep watching. എല്ലാം